പടം ക്ലാസ് മൂവി കണ്ടിട്ട് കിളി മാറി. ഗംഭീര വാക്കാണ്. നമ്മളെ സൂക്ഷ്മതയാണ്. ഈ സൂക്ഷ്മദർശിനി പോലെ തന്നെ നമ്മൾ നല്ല സൂക്ഷ്മതയോടെ ഇരുന്ന് കാണേണ്ട ഒരു ചിത്രം തന്നെ എന്ന് വേണം പറയാൻ. ഗംഭീര വാക്കാണ്. സ്ക്രിപ്റ്റിംഗിൽ നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുള്ള നല്ല സ്ക്രിപ്റ്റാണ്. നല്ല രീതിക്ക് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത് ക്ലൈമാക്സ് വരെ ഓഡിയൻസിന് ഒരു ക്ലൂ കൊടുക്കാതെ ആ ത്രില്ലിംഗ് എലമെന്റ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാസ്റ്റിംഗിലായാലും നസ്രിയയുടെയും ബേസിലിന്റെയും പെർഫോമൻസ് ആയാലും മ്യൂസിക് ആയാലും എല്ലാ എലമെന്റ്സുകളും ഗംഭീരമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു വാക്കാണ്. നസ്രിയയുടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിനപ്പുറത്തേക്കുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള നസ്രിയയുടെ ആയാലും ബേസിലിന്റെ ആയാലും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ല. അതിൽ നിന്ന് മാറിയിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജേണർ എക്സ്പെരിമെന്റ് ചെയ്യുക. സ്ക്രിപ്റ്റിംഗിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അത് കൃത്യമായിട്ട് ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യാനൊക്കെ ഡയറക്ടർക്ക് നല്ല രീതിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു മൈന്യൂട്ട് എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഓഡിയൻസിന് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രെഡിനെ സ്ക്രിപ്റ്റിങ്ങിലുള്ള ഒരു ഡെവലപ്മെന്റ് ഗംഭീരമാണ്. അവസാനം വരെ സ്ക്രിപ്റ്റിംഗ് നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്തിട്ടാണ് മൂവി ചെയ്തിട്ടുള്ളത്. സ്ക്രിപ്റ്റിംഗും ഡയറക്ഷൻ സൈഡും അവസം അവർ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ആളുടെ ഫസ്റ്റ് മൂവിയിൽ നിന്നും രണ്ടാമത്തെ മൂവിയിലേക്കുള്ള ഒരു ഗ്രോത്ത് അത് ഗംഭീര ഗ്രോത്ത് ആണ്. ഗംഭീരമാണ്. മേക്കിംഗ് ഈസ് ബ്യൂട്ടിഫുൾ. മേക്കിംഗ് നല്ല രീതിക്ക് മേക്ക് ചെയ്ത് ഞാൻ പറഞ്ഞു ഓഡിയൻസിനെ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ട്രീറ്റ്മെന്റ് ആണ് ഇതിന്റെ മേക്കിംഗ്. ആ മേക്കിങ്ങിൽ ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് എവിടെയെങ്കിലും പറ്റിക്കഴിഞ്ഞ് ഒരുപക്ഷെ ഫ്ലോപ്പ് അല്ലെങ്കിൽ മൊത്തത്തിൽ ബ്ലാസ്റ്റ് ആയി പോകേണ്ട ഒരു സാധനത്തിനെ നല്ല രീതിക്ക് മേക്ക് ചെയ്ത് സ്ക്രിപ്റ്റിങ്ങിനെ നല്ല രീതിക്ക് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. ഇതെന്തായാലും ഓഡിയൻസ് സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കിളി പറഞ്ഞു കേട്ടോ. ഒരു പ്രതീക്ഷ ഇല്ലാതെ വന്നതാണ്. എന്ന് വെച്ചാൽ ബേസിലിന്റെ ഒരു ഇതായിട്ട് തോന്നുന്നതാണ്. എന്ന് വെച്ചാൽ സ്ഥിരം പല്ലവിയാന്ന് ഓർത്ത് വന്നതാണ്. പക്ഷെ കണ്ടിട്ട് കിളി മാറി. അതുപോലത്തെ ഒരു പടം എന്ന് വെച്ചാൽ വേറെ ലെവൽ സിനിമ എന്ന് ഒന്നും പറയാനില്ല. നമ്മൾ ഒരു പ്രതീക്ഷയില്ലാതെ വരരുത്. വന്ന ഒരു 100% എന്റർടൈൻമെന്റ് ത്രില്ലർ ദൃശ്യം കഴിഞ്ഞ് അതായത് ജിത്തി ജോസഫിന്റെ ദൃശ്യം കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ത്രില്ലർ കാണുക പടം വേറെ ലെവൽ അടിപൊളി. ഒന്നും പറഞ്ഞില്ല. അത്രയും നല്ല ബേസിലൊക്കെ വെറൈറ്റി ആണ്. ബേസിൽ ഇതുവരെ ബേസിലും എന്ന് വെച്ചാൽ സ്റ്റൈൽ മാറ്റി നന്നായി. ഒരു എന്ന് വെച്ചാൽ അത്രയ്ക്ക് ത്രില്ലിങ്. ഞാൻ ദൃശ്യം കഴിഞ്ഞ് ഇതുപോലെ ഒരു ത്രില്ലർ പടം ആദ്യമായിട്ട് കാണും. അത്രയും ജിത്തുവിന്റെ ലെവലായി പടം. കിട്ടില്ലുണ്ടോ ഒന്നും പറയാനില്ല. ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റും. നല്ല സിനിമ. അടിപൊളിയാണ്. നസ്രിയ അടിപൊളിയാണ്. ബേസിൽ നസ്രിയ പോകുമ്പോൾ അടിപൊളിയാണ്. നല്ല സിനിമയാണ് കേട്ടോ. ഫാമിലിയായിട്ടൊക്കെ വന്ന് കാണാൻ പറ്റും നല്ലൊരു സിനിമ. നല്ലൊരു ചിത്രം. ഒരു പ്രത്യേക രീതിയിലുള്ളൊരു വ്യത്യസ്ത രീതിയിലുള്ളൊരു കഥ. നമ്മളെ സൂക്ഷ്മതയാണ്. ഈ സൂക്ഷ്മദർശിനി പോലെ തന്നെ നമ്മൾ നല്ല സൂക്ഷ്മതയോടെ ഇരുന്ന് കാണേണ്ട ഒരു ചിത്രം തന്നെ എന്ന് വേണം പറയാൻ. പിന്നെ നസ്രിയ പിന്നെ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ഒന്ന് തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ത്രില്ലിംഗ് പടം. നല്ലൊരു സസ്പെൻസ്. എല്ലാവരും നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നസ്രിയയുടെ തിരിച്ചൊരവും നല്ല സൂപ്പറായിരുന്നു. പടം കൊള്ളാം. നന്നായിട്ടുണ്ട്. ത്രില്ലർ മൂവിയാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നസ്രിയയുടെ ഒരു തിരിച്ചുവരവ് അതുപോലെ തന്നെ ബേസിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് കോമഡീസ് ഒക്കെ വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കോമഡീസ് ആയിട്ടാണ് നമുക്ക് തോന്നിയത്. കാര്യം നമുക്ക് ചിരി വരുന്ന പല സിറ്റുവേഷൻസും ഓട്ടോമാറ്റിക്കലി അതിൽ വന്നതാണ്. അവർ കോമഡി ആയിട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ടാക്കിയതാണെന്ന് തോന്നുന്നില്ല. നന്നായിട്ടുണ്ട് മൂവി. എന്തായാലും പടം ക്ലാസ് മൂവി എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം നമ്മൾ മലയാള സിനിമയിൽ ഇറങ്ങുമ്പോൾ മറ്റ് ലാംഗ്വേജിലുള്ള ആൾക്കാരിങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇത് പിന്നെ മലയാള സിനിമ എന്തുകൊണ്ട് വാച്ച് ചെയ്യുന്നു എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഈ സിനിമ. കാരണം സൂക്ഷ്മദർശിനി ഒരു വേറെ ലെവൽ മേക്കിംഗ് ആണ്. ഒരു നെക്സ്റ്റ് ലെവൽ മേക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ സാധാരണ മലയാള സിനിമ കാണുന്ന പോലെയല്ല. ഒരു ഹോളിവുഡ് സിനിമയോ അല്ലെങ്കിൽ നമ്മൾ ഹോളിവുഡ് സീരീസോ അതൊക്കെ കാണുന്ന രീതിയിലാണ് അതിൻ്റെ മേക്കിംഗ്. തുടക്കം മുതൽ ഒടുക്കം വരെ ആ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ്, ആ ഒരു മിസ്റ്ററി കീപ്പ് ചെയ്യുന്നതിൽ പടം വിജയിച്ചിട്ടുണ്ട്. ഒരു സാധാരണ പിന്നെ ബേസിലിൻ്റെ സാധാരണ ഒരു ഫാമിലി ഓഡിയൻ ആ ഒരു ലെവലിലുള്ള ഒരു കഥാപാത്രമല്ല. ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ. അത് വളരെ രസകരമായിട്ട് ബേസിൽ ചെയ്തിട്ടുണ്ട്. സിറ്റുവേഷണൽ കോമഡിയാണ് കൂടുതൽ. പിന്നെ അവസാനത്തെ ഒരു 20 മിനിറ്റ് ക്രിസ്റ്റോ സേവിയറിൻ്റെ ഒരു BGM ഉണ്ട്. ശരിക്കും ആ ഒരു നമ്മളാ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ആക്കുന്ന തരത്തിലുള്ള BGM. അവർ എക്സലന്റ് മേക്കിംഗ്, എക്സലന്റ് ആക്ടിങ്. ഒരു മസ്റ്റ് വാച്ച് ത്രില്ലറാണ് നസ്രിയ. വല്ലപ്പോഴും മാത്രമേ സിനിമ എന്തുകൊണ്ട് ഈ സിനിമ സെലക്ട് ചെയ്തു എന്ന് ഈ സിനിമ കണ്ടാലേ നമുക്ക് മനസ്സിലാവും. കാരണം അതിശക്തമായ ഒരു കഥാപാത്രമാണ്. പണ്ട് കണ്ട ഒരു ബബ്ലി ആയിട്ടുള്ള ആ ഒരു നസ്രിയയുടെ ചില ഷെയ്ഡ്സ് ഉണ്ടെങ്കിലും ഇത് വളരെ ശക്തമായ ഒരു കഥാപാത്രം. അതിഗംഭീരമായിട്ട് ചേരുന്നുണ്ട്. കഥയുടെ സൈഡിൽ നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. മിസ്റ്ററി വേണമെങ്കിൽ നമുക്ക് ഒരു 1 ലൈന് പറയാൻ പറ്റും. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ മേക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ വ്യത്യസ്തത. അത് ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും.